സംസ്ഥാന ബജറ്റിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ 175.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. 20% തുക അനുവദിച്ച പദ്ധതി നടപ്പിലാക്കുന്നതോടൊപ്പം ടോക്കൺ ലഭിച്ച പദ്ധതികളുടെ DPR തയ്യാറാക്കി ആ പദ്ധതികൾ കൂടി നടപ്പിലാക്കാനുള്ള എല്ലാ ഇടപെടലുണ്ടാകുമെന്നും മുരളി പെരുന്നെല്ലി MLA വ്യക്തമാക്കി. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മണലൂർ നിയോജക മണ്ഡലത്തിന് 175.5 കോടിയുടെ വികസന പദ്ധതികൾ. മണ്ഡലത്തിലെ 20 വികസന പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് തുകയായ 10 കോടി രൂപയുടെ 20% 2 കോടി രൂപ അനുവദിച്ചു. ബാക്കി വരുന്ന 19 പദ്ധതികൾക്ക് ടോക്കൺ അനുവദിച്ച് അംഗീകരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ആയുർവേദ ആശുപത്രി എന്നിവയ്ക്കായി 3 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് 10 കോടി രൂപ, എളവള്ളി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ, കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പൊന്മല, കിഴക്കാളൂർ തടാകം, ആളൂർ പുഴ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതിക്ക് 6 കോടി രൂപ, എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിനു മുകളിൽ 2 നിലകളുടെ നിർമ്മാണം 3.5 കോടി രൂപ, എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക അനുവദിച്ചത്. മുല്ലശ്ശേരി CHCയിൽ ക്വാർട്ടേഴ്സ് നിർമ്മാണം 4 കോടി രൂപ, മുല്ലശ്ശേരി ആയുർവേദ ആശുപത്രി കിടത്തി ചികിത്സയ്ക്കാവശ്യമായ കെട്ടിടം പണിയുന്നതിന് 4 കോടി രൂപ, മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ പാലം വരെ ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കുന്നതിന് 6 കോടി രൂപ, വാടാനപ്പള്ളി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം നിർമ്മാണം 5 കോടി രൂപ, കടാംതോട് പുനർനിർമ്മാണം 12 കോടി രൂപ, പാവറട്ടി ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് 4 കോടി രൂപ, മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി സെന്ററുകളുടെ നവീകരണം 10 കോടി രൂപ, വാടാനപ്പള്ളി തിരുത്തിയമ്പാടം ബണ്ട് റോഡിൽ മുട്ടുകായലിന് കുറുകെയുള്ള കേടുവന്ന പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 2.5 കോടി രൂപ, വാടാനപ്പള്ളി പഞ്ചായത്ത് പൊക്കാഞ്ചേരി പാലം പുനർനിർമ്മാണവും ടൂറിസം വികസനവും 3 കോടി രൂപ, വാടാനപ്പള്ളി പഞ്ചായത്ത് കടവിൽ കേശവൻ മാസ്റ്റർ റോഡ് നിർമ്മാണം 1.5 കോടി രൂപ, മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് സ്ലൂയിസ് നിർമ്മാണം 2 കോടി രൂപ, കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിന്റെ പുനർനിർമ്മാണം 60 കോടി രൂപ, പെരുമ്പുഴ പാലത്തിന്റെ പുനർനിർമ്മാണം 12 കോടി രൂപ എന്നീ പദ്ധതികൾക്കാണ് ടോക്കൺ അനുവദിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി.